എൻ്റർടൈനറാണ്. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ഒരു അതിലേക്ക് കടന്നു വരുമ്പോഴേക്കും പിന്നെ അതുകൊണ്ട് ഫുൾ ഒരു 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 റിവീലിംഗ് ഉണ്ട്. അതുതൊട്ട് ഫുൾ ചിരിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. നന്നായി ചിരിച്ചു. അതെ അതെ, ഇപ്രാവശ്യം ഭരത് നായരുടെ മക്കൾ വേറെ രീതിയിലേക്കാണ് എത്തിയേക്കുന്നത്. ഇത്തിരി ധൈര്യമൊക്കെ സംഭരിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക. കുറച്ച് അതെ അതെ വ്യത്യാസം ഉണ്ടല്ലോ മൊത്തത്തിൽ സ്ക്രിപ്റ്റൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയണു. സന്തോഷം. തിരിച്ച് ആസ്വദിച്ച് ഒന്നും ആലോചിക്കാണ്ട് കുറേ നേരം ആ ഒരു വേറൊരു ലോകത്തിന് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടമാണ്. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, എല്ലാവരും ത്രോട്ട് റോളാണ്. എല്ലാവരും കണ്ട അടിപൊളിയാണ്. ഫസ്റ്റിനെ അപേക്ഷിച്ച് എൻ്റർലി ഡിഫറൻ്റാണ്. വേറൊരു മൂഡാണ്. ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടി. ഫീൽ ഗുഡ് അല്ല അതെ, ഫീൽ ഗുഡ് പ്രതീക്ഷിച്ച് വന്നാൽ ഇച്ചിരി പണിയാവും, ഡാർക്കായി പോകും. അതെ, എല്ലാവരും കണ്ടറിയുക, തിരിച്ചറിയുക. ഓക്കെ ഓക്കെ. അതെ അതെ, കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള തിയേറ്റേഴ്സിൽ നിന്നും കൂടെ 10 മണിയുടെ ഷോ അല്ലെങ്കിൽ 10:30 ഷോൻ്റെയൊക്കെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. ഭരതനാട്യത്തിനേക്കാളും എത്രയോ മടങ്ങ് മേളിലാണ് ഈ സിനിമ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ മുഖത്തത് ഞാൻ കാണിക്കാത്തതാണ് മനഃപൂർവ്വം. എന്തായാലും ഞാൻ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ എക്സൈറ്റഡ് മുഖമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്, പക്ഷേ അത് പുറത്ത് കാണിക്കാത്തതാണ്. ഇതിനകത്തൊരു ഡയലോഗില്ല, കൂസലുണ്ട് പക്ഷേ പുറത്ത് കാണിക്കാത്തതാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുക്കാം. അപ്പോൾ അന്ന് നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു. ഫസ്റ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിരിക്കാനുണ്ട്. തിയേറ്ററിൽ ഇരുന്നാലും അത് മനസ്സിലാവുള്ളൂ. എല്ലാവരുടെ ചിരിയും കയ്യടിയും എല്ലാം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെ. നമ്മൾ കഴിഞ്ഞ കണ്ട പോലെ സുരാജേട്ടനും ജഗദീഷിനും ഒരു വലിയ കുറച്ചുകൂടി ഭാര്യയുള്ള കുറച്ച് വലിയതായിട്ടൊക്കെ പോകണം. ആ ഒരു വലിപ്പം ഇല്ല, അവര് നോർമലി എല്ലാ സിനിമയിലെ പോലെ തന്നെ ഇതിലും എന്താ പറയാ, സീരിയസ് ആകുമ്പോൾ സീരിയസ് അല്ല, മൊത്തം കോമഡിയാണ്. ഒരു സീരിയസ് കോമഡിയാന്ന് തന്നെ പറയാം. നല്ല സിനിമ കിട്ടില്ലെന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ചിരിക്കാനും അതുപോലെ നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റും എല്ലാം സൂപ്പർ. മസ്റ്റ് വാച്ച് ആണ്. ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഡാർക്ക് കോമഡി ആ ഒരു തീമിലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ലൈക്ക് അടിപൊളിയായിരുന്നു. ഫാമിലി ഡ്രാമ, ഫാമിലി മൂവിയാണ്. ഒരു ഒരു ബ്ലാക്ക് കോമഡിയാണ് അത് കാണിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു ബ്ലാക്ക് കോമഡി ടീമിലാണ് പടം പോയിരിക്കുന്നത് കേട്ടോ. ഭരതനാട്യത്തിൻ്റെ സെക്കൻഡായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആദ്യ ഭാഗത്തിൻ്റെ കുറേ ഭാഗം മനസ്സിലാകാനായിട്ട് കാണിക്കുന്നുണ്ട്. കഥ ഇതുവരെ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പടം, അടിപൊളിയായിരുന്നു. എല്ലാവരും നൈസായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരുടെയും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. സൈഡ് ചേട്ടനാണെങ്കിലും എല്ലാം. ആ ഫസ്റ്റ് പാർട്ട് കോമഡി ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ത്രില്ലറും അതോടൊപ്പം തന്നെ കോമഡിയും കൂടെ ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു. ഫസ്റ്റ് കണ്ടു, ഇവിടെ വെച്ച് കണ്ടത്. ഇപ്പോൾ 2ാം ഭാഗം വന്നു കണ്ടു. കുഴപ്പമില്ല, നല്ല പടമാണ്. കണ്ടു, സൂപ്പർ. നല്ല തീം മൊത്തം നല്ല കഥയാണ്. നല്ല സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. കോമഡിക്ക് കോമഡി, സസ്പെൻസിന് സസ്പെൻസ്. അത് ക്ലൈമാക്സ് ആണെങ്കിൽ ഒരു 1.5. നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ട് അതിനേക്കാളും ഒരു മെച്ചുണ്ട് തോന്നുന്നു. അത്ര നല്ല പടം. സൈജു കുറുപ്പൊക്കെ ആ 2 പയ്യന്മാരും ആ 2 പിള്ളേർ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും നല്ല മൂവി. കോമഡിയുള്ളൂ. ആ പടം അങ്ങോട്ട് കയറി കത്തുന്നതുകൊണ്ട് അത്രയും നല്ല മൂവിയാണ്. ഒരു രക്ഷയില്ല. അതിലൊരു വെറൈറ്റി വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ സുരാജേട്ടൻ്റെ ഒരു കുറച്ച് നേരം ഹാഫ് ടൈം വരെ ഉള്ളതെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളി പറഞ്ഞു. ഒരു രക്ഷയില്ല. പടം എന്തായാലും കൊളുത്തും, ഉറപ്പിച്ചു. കോമഡിക്ക് തന്നെയാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും സൈജു കുറുപ്പും അതുപോലെ ബേബിജിൻ്റെ ഫസ്റ്റ് പടം എന്ന് തോന്നുന്നത്. അദ്ദേഹം വളരെ മികച്ചൊരു അഭിനേതാവാണെന്നുള്ള തെളിയിച്ച് ഈ ചിത്രത്തിലൂടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് തിയേറ്ററിൽ ഇങ്ങനെ ആൾക്കാർ രസിക്കും. ഇതിൻ്റെ ഡയലോഗ്സും കാര്യവും എല്ലാം നമുക്കകത്ത് ഇതിനകത്തുള്ള ആൾക്കാർക്ക് ടെൻഷൻ ആണെങ്കിലും പുറത്തുനിന്ന് ഇത് അത്രയും രസിക്കുന്നതെന്നുള്ളത് ഇങ്ങനെ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.
പക്ഷെ അതുപോലെ അല്ലാതെ തിയേറ്റേഴ്സിൽ എന്തായാലും കണ്ട ആൾക്കാരും കാണാത്ത ആൾക്കാരും അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഭരതനാട്യത്തിൻ്റെ ഇത് ഇടുന്നുണ്ട്, കഥ ഇടുന്നുണ്ട്. സോ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കണ്ടിട്ടില്ലെങ്കിലും ഇത് വന്ന് തിയേറ്ററിൽ കണ്ട് സക്സസ്ഫുൾ ആക്കുക. അല്ല അങ്ങനെ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്, പിന്നെ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വന്ന ആ ഒരു ഇത് നികത്താനുള്ള പരിപാടി എന്തായാലും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വാസം. എന്തായാലും ബാക്കി ജനങ്ങളെ കണ്ട് തീരുമാനിക്കട്ടെ. ശരി, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാൻ വെച്ചാൽ ഇതാണ് ബെറ്റർ, ഇതാണ് കൂടുതൽ നന്നായിട്ടുള്ളത്. ആദ്യത്തിനെക്കാട്ടിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. കോമഡി വർക്കായിട്ടുണ്ട്, നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തുവാണ് അടുത്ത വരാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു സസ്പെൻസും ഉണ്ടായിരുന്നു, എന്നാൽ കോമഡി ഉണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലൊരു ഇതിലേക്ക് വന്നു. പാർട്ട് 1 ഇത്രയും സസ്പെൻസും കാര്യങ്ങളൊന്നും രണ്ട് ക്യാരക്ടറുടെ സസ്പെൻസ് ഉള്ളായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ കൊലപാതകം അങ്ങനെ പറഞ്ഞാലത് ഇതായിപ്പോവും, പക്ഷേ സ്പോയിലറായിപ്പോവും. പക്ഷേ നന്നായിട്ടുണ്ട്, പടം നന്നായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സൈജു നന്നായിട്ടുണ്ട്, ബാക്കി എല്ലാ ക്യാരക്ടറും നന്ദു പൊതുവാൾ അങ്ങനത്തെ എല്ലാവരും നന്നായിട്ടുണ്ട്. അതെ, പടം എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടുണ്ടായില്ല, പ്രിവ്യൂ കണ്ടിട്ടുണ്ടായില്ല. ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ ഡാർക്ക് ഹ്യൂമർ, കോമഡി, ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരുപാട് നല്ല കുറേ ആൾക്കാർ വന്നു, ഞാനും ചേട്ടനൊക്കെ വന്നു. പിന്നെ ഭയങ്കര സുഖമായിരുന്നു അല്ലേ? സെറ്റിൽ ഭയങ്കര സുഖമായിരുന്നു. സന്തോഷ് ചേട്ടനൊക്കെ ആയിട്ട് ഒരു ഫ്രെയിമിൽ നിൽക്കാന്ന് പറയുന്നത് ഞാനത് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. കരഞ്ഞിട്ടല്ലേ? അതെ, നമ്മൾ കുറേ കഥകൾ പറയാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. പഴയ കഥകൾ, ഇഷ്ടം പോലെ കഥകൾ. മാത്രമല്ല ഞാൻ ഏകദേശം ഒരു 15-20 കൊല്ലത്തിന് ശേഷം കണ്ടാണെന്ന് തോന്നുന്നു ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ. അല്ല, തിയേറ്ററിൽ കാണലേ ഇല്ല, അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതിനും ഒരു സുഖം തോന്നി. പഴയ ടൈപ്പ് ഓഫ് തിയേറ്റേഴ്സും അല്ലല്ലോ. നമ്മുടെ മൂവി ഒരു പഴയ മോഡല് മൂവി അങ്ങനെ ബേബി ചേട്ടൻ്റെ ക്യാരക്ടർ ആയാലും അത്രയും എടുത്ത് കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചേട്ടന് എന്താണ് ഇപ്പോൾ പ്രേക്ഷകരോടൊപ്പം ഇത്രയും ഓഡിയൻസിനോടൊപ്പം ചിരിച്ചും കൈയടിച്ചും നല്ല ആക്ച്വലി സന്തോഷം തോന്നി. നമ്മുടെ ഒരു അതെ അപ്പം അതിൻ്റെ കുറേ ഫ്രെയിമിലും പിന്നെ കൈയടിയും എല്ലാവരും എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെടാ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ, പറയട്ടെ, അറിയട്ടെ. തിയേറ്ററിൽ മാക്സിമം എല്ലാവരും പോയി കാണാനുള്ളൊരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീക്കെൻഡാണ്, വിഷുവിനാണ്. മാക്സിമം എല്ലാവരും ഫാമിലിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. വളരെ ഗംഭീരം, വളരെ വ്യത്യസ്തമായ പ്രമേയം. ശരിക്കാം, അത് ഭയങ്കര ലോജിക്കും നോക്കരുത്. കോമഡി സെക്കൻഡ് പാർട്ട് കുറവുകളല്ല. എനിക്ക് വളരെ തൃപ്തിയാണ്. കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം വളരെ ചെറിയ കഥാപാത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള കഥ ചെയ്തിട്ട് വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാം സീരിയസ് കോമഡിയാണ്. സുരാജ് പലക്കികളാണ്. സുരാജ് നന്നായി, ജഗദീഷ് ചേട്ടൻ നന്നായി. ആരും മോശമില്ല, എല്ലാവരും നന്നായിട്ട്. അവരാണ് ഈ പാർട്ടിലുള്ള പുതിയ ആൾക്കാർ. അതുപോലെ ബേബി, എല്ലാവരും നന്നായിട്ടുണ്ട്. നന്നായി എഴുതിയിട്ടുണ്ട്, നന്നായി ചിത്രീകരിച്ചു. ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരം അമ്മ വേഷത്തിൽ നിന്നൊരു വ്യത്യസ്തത, അതിന് കൃഷ്ണദാസിന് നന്ദി. നല്ല ടീമായിരുന്നു, നല്ല സ്ക്രിപ്റ്റായിരുന്നു, സംശയമേ ഇല്ലാത്ത സ്ക്രിപ്റ്റ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു മക്കളെ, വിജയിപ്പിച്ചത്.